സുബഹി നിസ്കരിച്ച 10 പ്രതിഫലമുണ്ട്. എത്ര പ്രതിഫലം പറയട്ടെ? മുടങ്ങാൻ ചെയ്യോ? ഒന്നാമത്തെ പ്രതിഫലം അദ്ദുഖൂലു ഫീ ദിമ്മത്തില്ലാഹ്. അൻ ജുൻദുബ് ബിൻ അബ്ദുല്ലാഹ് ബിൻ സുഫിയാൻ അൽ-ബജ്രി റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി മഹാനായ ജുൻദുബ് റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുകയാണ്. മൻ സല്ല സുബ്ഹ, ആരെങ്കിലും സുബഹി നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ്. പിറ്റേ ദിവസം സുബഹി വരെ അവന്റെ കാര്യങ്ങൾ പടച്ചറപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹുടെ ഉത്തരവാദിത്തം, അല്ലാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ? 1. 2, എല്ലാവരും ദുആയ്ക്ക് തയ്യാറായിക്കോളി. ഞാൻ വിശദീകരിക്കാൻ സമയമില്ല. പാപ്പ പറഞ്ഞ 12 മണി ആവാറായി. 2, ഞാൻ 11:30 നിർത്തിയാന്. നാളിന് ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ച മനുഷ്യനെ അടങ്ങറാക്കണ ചോദ്യമല്ലേ അത്? അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സമയത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ആരെങ്കിലും സുബഹി നിസ്കരിച്ചാൽ അവൻ റബ്ബിന്റെ ഉത്തരവാദിത്തത്തിലാണ്. 2 സുബഹി ഒരാള് ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവന്റെ പ്രതിഫലമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സല്ലൽ ഇശാഫി ജമാഅ, ആരെങ്കിലും ജമാഅത്തായിട്ട് ഇശാ നിസ്കരിച്ചാൽ, വീട്ടിലല്ല, ജമാഅത്തായിട്ട് ഇശാ നിസ്കരിച്ചാൽ അവൻ രാത്രിയുടെ പകുതി മുഴുവനും നിന്ന് നിസ്കരിച്ച പ്രതിഫലമാണ്. ആരെങ്കിലും സുബഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അവൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവന്റെ പ്രതിഫലമാണ്. ഇശാ ജമാഅത്തായിട്ട് നിസ്കരിക്കുക, സുബഹി ഇശാ വീട്ടിലല്ല, ജമാഅത്തായിട്ട് പള്ളിയിൽ. കാരണം 3ാമത്തെ പ്രതിഫലം മുനാഫിക്കാവൂല. കാരണം എന്റെ നിസ്കാരം അത് മുനാഫിക്കീങ്ങൾക്ക് വലിയ ഭാരമാണ്. 1 ഇശാവും സുബഹിയും, 2 മുനാഫിക്കീങ്ങൾക്ക് ഭാരമാണ്. ഇശായും സുബഹിയും ജമാഅത്തായിട്ട് നിസ്കരിക്കാത്തവൻ നിഫാക്കിലേക്ക് പോകും. ഒരു നാട്ടിൽ ദീനുണ്ടോ എന്നറിയണമെങ്കിൽ ഇശായിക്കും സുബഹിക്കും ആ നാട്ടിലെ പള്ളിയിൽ എത്ര പേര് നിസ്കാരത്തിനുണ്ടെന്ന് നോക്കിയാൽ മതി. ഇശായിക്കും സുബഹിക്കും ആ പള്ളിയിലെ, ആ നാട്ടിലെ പള്ളിയിൽ എത്ര പേര് ജമാഅത്തിനുണ്ടെന്ന് നോക്കലാണ് ആ നാട്ടിലെ ദീൻ. ഇപ്പൊ കുറ്റിപ്പുറം ആലിഞ്ചുപട്, അതല്ലേ മഹല്ല്, കുറ്റിപ്പുറം മഹല്ല്, ഇവിടെ ദീനുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാം. സെൻസസ് വേണ്ട, അങ്കമാടിയിൽ നിന്ന് ടീച്ചർ വന്ന് കണക്കെടുക്കണ്ട, ആശാ വർക്കേഴ്സ് നടക്കണ്ട. സുബഹിക്ക് ഇശാക്കും കുറ്റിപ്പുറം പള്ളിയിൽ വന്നിട്ട് ജമാഅത്തിന് എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ അതാ ഇവിടുത്തെ ദീൻ. എത്ര പേരുണ്ടാവും? പുതിയ പള്ളിയിൽ 60-70 പേരുണ്ട്. ഇവിടെ എത്ര വീടുണ്ട്? പിന്നെ എല്ലാരും ഒക്കെ ഇവിടെ ഉണ്ടാവൂല. എന്നാലും ആ നാട്ടിലുള്ള ആളുകളെ അങ്ങനെ ബോക്സ് മേലാൻ വീണേ സബീലില്ല. അള്ളാഹു സ്വീകരിക്കട്ടെ. 4ാമത്തെ പ്രതിഫലം, 3 പറഞ്ഞു ബറാഅത്തും മിനൻ നിഫാഖ്. 4ാമത്തെ പ്രതിഫലം നാളെ നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അവന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്. നാളെ പരലോകത്ത് ഹൃദയത്തിനും മുഖത്തിനും പ്രകാശം നൽകുന്ന നിസ്കാരമാണ് സുബഹി നമസ്കാരം. ഞാൻ സമയം പോയത് കൊണ്ട് നീട്ടുന്നില്ല, പെട്ടെന്ന് പറയാൻ. അതുകൊണ്ട് നിസ്കാരം മുടക്കരുത്. 5ാമത്തെ പ്രതിഫലം മലായികത്തിലഹു, എപ്പോഴും അവന്റെ കൂടെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാവും. അവനെ സംരക്ഷിക്കാൻ മലക്കുകൾ ഉണ്ടാവും. ആരുണ്ടാവും? മലക്കുണ്ടാവും. പിണറായിയുടെ പോലീസല്ല, നിന്റെ സംരക്ഷകനല്ലാണ്ട് മലക്കാണ്. ബ്ലാക്ക് ആറ്റ് വേണ്ട. സുബഹി നിസ്കരിച്ചിട്ടിറങ്ങിയോ നിന്റെ സംരക്ഷണം അല്ലാഹുവിന്റെ മലക്കുകൾ ഏറ്റെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 6ാമത്തെ പ്രതിഫലം ഇപ്പൊ ഞാനും ഭാര്യയും കൂടെ ഹജ്ജിന് പോകാന്ന് 10 പ്രാവശ്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ കൊതിയില്ലേ പോണോന്ന്? ഹജ്ജിന് ഉംറയ്ക്കൊക്കെ
അള്ളാഹു സ്വീകരിക്കട്ടെ. കൃത്യമായി സുബഹി നമസ്കരിക്കുന്നവൻ അവനൊരു ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ഓരോ ദിവസവും ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. എന്ന് രാവിലെ ഒരു ഹജ്ജ് ഉംറയും ചെയ്തിട്ട് വെളിയിലിറങ്ങാം. സുബഹി കൃത്യമായിട്ട് നിസ്കരിക്കുന്നവന് ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം നൽകും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഏഴാമത്തെ പ്രതിഫലം, ആ സുബഹി നിസ്കാരത്തിന് പകരമായി ദുനിയാവിന്റെ എന്ത് തന്നാലും സുബഹി നിസ്കാരത്തിന് പകരമാവില്ല. ഈ ദുനിയാവിലെ മുഴുവൻ വസ്തുക്കൾ കിട്ടുന്നതിനേക്കാൾ വലുതാണ് സുബഹി നിസ്കാരം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എട്ടാമത്തെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നാളെ മീസാൻ എന്ന ത്രാസിലവന് ഏറ്റവും ഭാരമേകുന്നതും 9ാമത് സിറാത്തവനെ കടത്തുന്നതും സ്വർഗത്തിലേക്കുള്ള പ്രവേശനം 10ാമത്തെ പ്രതിഫലം എളുപ്പമാക്കുന്ന നിസ്കാരമാണ് സുബഹി നിസ്കാരമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് മുതൽ സുബഹി നിസ്കാരം കള്ളാക്കരുത് ഇൻഷാ അല്ലാഹ്. ഉറപ്പുറ. എന്നിട്ട് ഉറപ്പ് ചൊരക്കെന്ന് കൈവക്ക്. ഇത്രയും പ്രതിഫലം കിട്ടുന്ന നിസ്കാരം പെണ്ണുങ്ങൾ കൈവക്കൂല. സീരിയലൊക്കെ കണ്ടിട്ട് 12 മണിക്ക് ഉറങ്ങിയാൽ എഴുന്നേക്കാൻ പറ്റൂല. സുബഹിക്ക് എഴുന്നേക്കൽ വലിയ പാടാ ഉസ്താദ്. എന്തുകൊണ്ട്? 2 സ്വഭാവം ഒഴിവാക്കണം. ഒന്ന്, ഇശാക്ക് ശേഷം TV കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഒഴിവാക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹ് വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹുൽ കലാമ ബഅദൽ ഇശാ. ഇശായ്ക്ക് ശേഷം വർത്തമാനം പറഞ്ഞിരിക്കുന്നത് നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. ഇന്ന് വീട്ടിൽ ഇന്റർലോക്ക് ഇട്ടിട്ട് ഇരിക്കുകയാണ് 12 മണി വരെ. പിന്നെ കിടന്ന് അങ്ങനെ സുബഹിക്ക് എഴുന്നേക്കുക. സഹാബത്ത് പള്ളിയിലെ കഥ പറഞ്ഞാൽ പറയും ഓട് വീട്ടിൽ പോ, സുബഹിക്ക് വരാനുള്ളതാണ്. ഇശാക്ക് ശേഷം സിനിമ കാണുക, കഥ കേട്ടിരിക്കുക പാടില്ല. സുബഹിക്ക് എഴുന്നേക്കാൻ പറ്റൂല. മനസ്സിലായോ? 2, ഇശാക്ക് ശേഷമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ മുഴുവൻ ഹോട്ടലുകളും തുറക്കുന്നത്. പണ്ട് അടക്കണ സമയത്താണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഹോട്ടലുകള് തുറക്കണതാ. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിസമുരി. ഇശാ കഴിഞ്ഞിട്ട് ഭക്ഷണവും കഴിച്ച് കഥ പറഞ്ഞ് സൊറ പറഞ്ഞിരിക്കുന്നതിന് നബി തങ്ങൾ വെറുത്തിരുന്നു. പാതിരാ സമയത്ത് ഈ ചുട്ടകോടിയും വലിച്ചതെന്ന് ഈ കുഴിമന്തിയും വാരിക്കയറ്റി വെറുതെ കഥ പറഞ്ഞിരിക്കരുത്. അത് തിന്നരുതെന്നല്ലേ. ഇശാക്ക് മുമ്പേ തിന്നിട്ട് വീട്ടിൽ വരണം. മഗ്രിബ് കഴിഞ്ഞ് കഴിക്കലാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇശാ കഴിഞ്ഞിട്ട് ഈ കുഴി മലപ്പുറം ജില്ലയിൽ എത്ര കുഴിമന്തിയാ. നിത്താക്കാത്ത് വന്നുകൊണ്ട് കുഴിമന്തി കൂടി. അള്ളാഹു അതിൽ ബറക്കത്ത് ചെയ്യട്ടെ. സാധുക്കളുടെ വരുമാനമാണ്. അത് നേരത്തെ കടിച്ചിട്ട് നേരെ വന്ന് നിന്റെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങണം. ഇശാക്ക് ശേഷം ഇത് ചെയ്യുന്നതിന് നബി തങ്ങൾ ശക്തമായി നിരോധിച്ചിരുന്നു. പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക, റബ്ബിനോട് തവക്കുലാക്കുക. അള്ളാഹു പരീക്ഷണങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. ഇനി ഒന്നുകൂടി, ഇതൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ അള്ളാഹു ദുഃഖമാണ് തരുന്നതെങ്കിൽ അവസാനത്തെ ഒറ്റ മറുപടി മാത്രം, എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്നത് സ്വർഗത്തിൽ മാത്രമേയുള്ളൂ. ദുഃഖമില്ലാത്ത ജീവിതം സ്വർഗത്തിലേ ഉള്ളൂ എന്ന് ഉറപ്പിക്കും. പ്രയാസമില്ലാത്ത ജീവിതം അത് സ്വർഗത്തിൽ മാത്രമാണ്. അള്ളാഹു സ്വർഗം നമുക്ക് തരട്ടെ.